Hello dears, welcome back to Salem Learning. It's me Sri Bhama SB. അപ്പോൾ മക്കളെ മിസ് ഇന്ന് വന്നത് നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആകാൻ പോകുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിത് ചാപ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയെന്ന് മിസ്സിന് അറിയാം. ഇനി എൻ്റെ മക്കൾ ചെയ്യേണ്ട എന്താ ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിക്കുക അല്ലേ. സോ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസുകൾ അടിപൊളിയായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ഹീറ്റ് ഗെറ്റ് ട്രാൻസ്ഫർ ഇൻ ദിസ് മെറ്റീരിയൽ? കുക്കിംഗ് യൂട്ടൻസിൽസ് മെയ്ഡ് ഓഫ് മെറ്റൽസ് ഒക്കെ അല്ലേ. നമുക്കറിയാം നമ്മൾ പാചകം ചെയ്യുന്ന സമയത്ത് കുക്കിംഗ് ചെയ്യുന്ന സമയത്ത് യൂട്ടൻസിൽസ് യൂസ് ചെയ്യും, പാത്രങ്ങൾ ഉപയോഗിക്കും. അതൊക്കെ മോസ്റ്റ്ലി മെറ്റലും ഉണ്ടാകും. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് നിൻ്റെ മക്കൾ എങ്ങനെ ആൻസർ ചെയ്യുക? എപ്പോഴും നമുക്കറിയാം ഏത് സാധനങ്ങളും ഇപ്പോൾ എടുക്കുകയാണെങ്കിലും നമ്മൾ ചൂടാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പാത്രങ്ങളിൽ എടുത്ത് ചൂടാക്കണമെങ്കിൽ മെറ്റൽസ് ആണ് മോസ്റ്റ്ലി എന്ത് ചെയ്യുക എല്ലാ യൂട്ടൻസിൽസിലും യൂസ് ചെയ്യുന്നത്. അവിടെ മെയിൻ ആയിട്ടുള്ള ഒരു പരിപാടി എന്താണെന്നറിയോ? അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. ചൂടെന്ന് പറയുന്ന സാധനം അങ്ങോട്ടേക്ക് എത്തിയാലേ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, വെന്ത് കിട്ടുള്ളൂ അല്ലേ. സോ ദ ഹീറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ദിസ് മെറ്റീരിയൽ ത്രൂ ദ പ്രോസസ് കോൾഡ് കണ്ടക്ഷൻ. During conduction, the particle that is heated passes through the heat its adjacent particles to one another. അല്ലേ, and the particles remain fixed in their positions എന്ന് പറയാൻ പറ്റും. അപ്പോൾ അവിടെ നടക്കുന്ന പ്രോസസ് എന്ന് പറയുന്നത് കണ്ടക്ഷൻ ആണ്. ഡ്യൂറിങ് കണ്ടക്ഷൻ the particle that is heated passes heat to its adjacent particles. ഓരോന്നിങ്ങനെ പാസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ പാസ് കളിക്കുന്ന പോലെ ഹീറ്റിന് എങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കും അല്ലേ. അഡ്ജസൻറ്റ് സൈഡിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരുന്ന് എല്ലാ ഭാഗത്തോട്ടും എത്തിക്കുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ കുക്കിംഗ് യൂട്ടൻസിൽസിലൊക്കെ നല്ല രീതിയിൽ ചൂടാക്കി നമുക്ക് ഫുഡ് പെട്ടെന്ന് ചൂടായിട്ട് കിട്ടുന്നത്. അതിന് മെറ്റൽസ് തന്നെ യൂസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം അവിടെ തെർമൽ കണ്ടക്ടിവിറ്റി കാണിക്കുന്നുണ്ട്. അത് നമുക്ക് ഓൾറെഡി ഇപ്പോൾ ഇത് പറഞ്ഞു വെച്ചിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം അല്ലേ. ദ എബിലിറ്റി ടു കണ്ടക്ട് ഹീറ്റ് ഇസ് കോൾഡ് തെർമൽ കണ്ടക്ടിവിറ്റി. ഹീറ്റിനെ കടത്തിവിടാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? തെർമൽ കണ്ടക്ടിവിറ്റി പറയും. അപ്പോൾ നിങ്ങളുടെ അമ്മയൊക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത്, അച്ഛനൊക്കെ കുക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കുക്ക് ചെയ്യുമ്പോൾ ആലോചിക്കുക എന്തുകൊണ്ട് ഈ യൂട്ടൻസിൽസ് മെറ്റൽസ് കൊണ്ട് തന്നെ നിർമ്മിച്ചേക്കുന്നു. ഓഫ് കോഴ്സ് നമുക്ക് പറയാൻ പറ്റും ഇതാണ് അതിൻ്റെ റീസൺ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ക്ലാസിഫൈ ദി ഗിവൺ ഒബ്ജക്റ്റ് ഇൻ ടു ഗുഡ് കണ്ടക്ടേഴ്സ് ആൻഡ് പുവർ കണ്ടക്ടേഴ്സ്. സ്റ്റീല്, വുഡ്, പ്ലാസ്റ്റിക്, ബേക്കലൈറ്റ്, അലൂമിനിയം. എന്താ മക്കളെ ഗുഡ് കണ്ടക്ടർ, എന്താണ് പുവർ കണ്ടക്ടർ? ഗുഡ് കണ്ടക്ടർ, ഇപ്പോൾ ഒരു ഗുഡ് സ്റ്റുഡൻറ്റ് ഞാൻ എപ്പോഴാണ് പറയാം? നിങ്ങൾ അടിപൊളിയായിട്ട് എൻ്റെ ക്ലാസ് കേൾക്കുന്നു, അടിപൊളിയായിട്ട് പഠിക്കുന്നു, നന്നായിട്ട് എക്സാം എഴുതുന്നു, നല്ലൊരു ബിഹേവിയർ കാണിക്കുന്നു, അപ്പോൾ ഞാൻ പറയും ഗുഡ് സ്റ്റുഡൻ്റ് ആണല്ലോ അല്ലേ. അതുപോലെ ഒരു ഗുഡ് കണ്ടക്ടർ ആണ് നമ്മൾ എപ്പോഴാണ് പറയുക? മെറ്റീരിയൽസ് ലൈക്ക് മെറ്റൽ ദാറ്റ് അലോ ടു ഹീറ്റ് പാസസ് ത്രൂ ദം ഈസിലി. പെട്ടെന്ന് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്ന ആളാണെങ്കിൽ, നന്നായിട്ട് ഹീറ്റിനെ കണ്ടക്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ പറയും ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് എന്ന് പറയും അല്ലേ. ബിക്കോസ് ദ മെറ്റൽ ആർ ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ്, വി യൂസ് യൂട്ടൻസിൽസ് മെയ്ഡ് ദ മെറ്റൽസ് ഫോർ കുക്കിംഗ്. നമ്മൾ പറഞ്ഞ സെയിം കാര്യം തന്നെയാണ്. ഇൻ സോളിഡ്സ് ഹീറ്റ് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് മെയിൻലി ത്രൂ ദ പ്രോസസ് ഓഫ് കണ്ടക്ഷൻ. അതും നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്, നമ്മളെപ്പോഴും ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് അല്ലേ. അതാണ് ഗുഡ് കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നന്നായിട്ട് ഹീറ്റിനെ കടത്തി വിടുന്നതാണ് ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഇനിയോ അങ്ങനെ കടത്തി വിടാത്തവന്മാരും ഉണ്ട്. എല്ലാവരും ഇപ്പം അങ്ങനെ ആവണമെന്നില്ലല്ലോ അല്ലേ. അപ്പോൾ അല്ലാത്തവരും ഉണ്ടല്ലോ. അങ്ങനെയുള്ളവരെ നമ്മൾ പുവർ കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ ഇൻസുലേറ്റേഴ്സ് ഓഫ് ഹീറ്റ് എന്നാണ് പറയാം. മെറ്റീരിയൽ സച്ച് ആസ് ഗ്ലാസ്, വുഡ് ഡു നോട്ട് അലോ ഹീറ്റേഴ്സ് ടു പാസസ് ത്രൂ ദം ഈസിലി ഓർ കോൾ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഗ്ലാസും വുഡൊക്കെ, ഇപ്പോൾ വുഡ് എടുത്ത് ഞാൻ അങ്ങനെ ചൂടാക്കി നോക്കുന്ന സമയത്ത് ചില സാധനങ്ങളൊന്നും കത്തുകയില്ല അല്ലേ. വിറകൊക്കെ ആണെങ്കിൽ ഇത്ര കട്ടിയുള്ള സാധനമൊക്കെ ആണെങ്കിൽ എത്ര സമയം എടുത്തിട്ടൊന്ന് കത്തുമെന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഒരു പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആണ്. അവർക്ക് അത്ര പെട്ടെന്ന് എന്താണ് കണ്ടക്ട് ചെയ്യാനുള്ള ഒരു താല്പര്യം ഇല്ലാത്ത ആളുകൾ അല്ലേ. ക്ലേ ആൻഡ് പ്രൊക്ലൈൻ ആർ ഓൾസോ പുവർ കണ്ടക്ടേഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ദാറ്റ് ഈസ് വൈ ദ ടീ ഓർ കോഫി കെപ്റ്റ് ഇൻ സച്ച് എ കപ്പ് സ്റ്റേ ഹോട്ട് ലോങ്ങർ അല്ലേ. നമ്മൾ പലപ്പോഴും ചായ കപ്പൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പലപ്പോഴും ഈ ക്ലേ വെച്ചിട്ടുള്ള കളിമണ്ണിൻ്റെ ചായയിൽ നമ്മൾ ഈ ചായ മക്കാനി പോലെയുള്ള സ്ഥലത്തൊക്കെ കുടിക്കുമ്പോൾ അത് തരും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവിടെ ചൂട് കുറേ നേരം അവിടെ നിന്നോളും. കാരണം പുറത്തുള്ള ഈ ക്ലേ പോലെയുള്ള സാധനം എന്താണ്, ഹീറ്റ് കണ്ടക്ട് ചെയ്യാത്ത ആളാണ്, പുവർ കണ്ടക്ടർ ഓഫ് ഹീറ്റ് ആണ്. അതുകൊണ്ടാണെന്ന് പറയാൻ വേണ്ടി പറ്റുന്നു. സോ ദ മെറ്റീരിയൽസ് ഏതൊക്കെയാ? സ്റ്റീൽ ഗുഡ് കണ്ടക്ടർ ആണ്, പ്ലാസ്റ്റിക് പിന്നെ അലൂമിനിയം ആണ്, വുഡും പ്ലാസ്റ്റിക്കും ബേക്കലൈറ്റ് ഒക്കെ പുവർ കണ്ടക്ടേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുന്നു. അടുത്ത നോക്കടാ, സ്റ്റേറ്റ് ദ റീസൺ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ട്രൂ ഓർ ഫോൾസ് ആണോ എന്നാണ് ചോദിച്ചേക്കുന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് ഇൻ സോളിഡ് ത്രൂ കൺവെക്ഷൻ എന്ന് പറയുന്നതും ഇത് ട്രൂ ആണോ ഫോൾസ് ആണോ ചോദിച്ചാൽ നമുക്ക് എന്താ പറയാൻ പറ്റുക? ഇത് ഫോൾസ് ആണ്, തെറ്റാണെന്ന് പറയാൻ പറ്റും അല്ലേ. ഹീറ്റ് ട്രാൻസ്ഫർ ടേക്ക് പ്ലേസ് ഇൻ സോളിഡ് ത്രൂ കണ്ടക്ഷൻ നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമല്ലേ. അപ്പോൾ ഒന്ന് ടെസ്റ്റ് ചെയ്ത് ചോദിച്ചു എന്നേ ഉള്ളൂ. സംഭവം എന്താണ്? ഏകദേശം ഈക്വൽ ആയിട്ടുള്ള കാര്യം തന്നെ അല്ലേ. നമ്മൾ പറഞ്ഞത് തന്നെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സോളിഡ്സിൽ പറയുമ്പോൾ കൺവെക്ഷൻ അല്ല കണ്ടക്ഷൻ ആണ് നടക്കുന്നതെന്നാണ് നമ്മൾ പറയേണ്ട കാര്യം.
ഇനിയോ ദ മൂവ്മെന്റ് ഓഫ് കൂളർ എയർ ഫ്രം ലാൻഡ് ടു സീ ബ്രീസ് ഇസ് കോൾഡ് ലാൻഡ് ബ്രീസ് എന്ന് പറയുന്നു. ഇത് ശരിയാണോടാ? ദ മൂവ്മെന്റ് ഓഫ് കൂളർ എയർ ഫ്രം ലാൻഡ് ടു സീ, ലാൻഡ് ടു സീ ആണെങ്കിൽ ലാൻഡ് ബ്രീസ്. കറക്റ്റ് അല്ലേ? ട്രൂ ആയിട്ടുള്ള കാര്യമല്ലേ? അപ്പൊ എന്താണ് ലാൻഡ് ബ്രീസ്, എന്താണ് സീ ബ്രീസ് എന്നതിനെ അറിയണം അല്ലേ? എന്താ സീ ബ്രീസ് എന്ന് പറഞ്ഞാൽ കടൽ കാറ്റ്, കരക്കാറ്റ് എന്നാണ് മലയാളത്തിൽ പറയാം. നമുക്കറിയാം കടലിന്റെ സൈഡിൽ പോകുമ്പോൾ എപ്പോഴും നല്ല കാറ്റടിക്കും നമുക്ക് കാണാൻ പറ്റും. ഈ രാവിലെ സൈഡൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മുടിയൊക്കെ ഇങ്ങനെ ദർശനം പോലെ പാറിങ് നടക്കും. എന്തുകൊണ്ടാ നോക്ക? ഡസ് ദ സോയിൽ ഓൾസോ കൂൾ ഫാസ്റ്റർ ദാൻ വാട്ടർ? ശരിക്കും പറഞ്ഞാൽ മണ്ണ് എന്ന് പറയുന്ന സാധനം പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് തണുക്കും ചെയ്യുന്ന ഒരു സാധനമാണ്. പെട്ടെന്ന് കൂളാവും ചെയ്യും, പെട്ടെന്ന് ഹീറ്റ് ആവും ചെയ്യുന്ന സാധനമാണ്. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് പീപ്പിൾ ലിവിംഗ് ഇൻ കോസ്റ്റൽ ഏരിയാസ് എക്സ്പീരിയൻസ് ദിസ് ഇൻട്രസ്റ്റിംഗ് ഫിനോമിന കോസ്ഡ് ബൈ ദ ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് ലാൻഡ്. കണ്ടോ, ഹീറ്റിംഗ് ആൻഡ് കൂളിംഗ് ഓഫ് ലാൻഡ് പെട്ടെന്ന് അവർക്ക് തിരിച്ചറിയാൻ പറ്റും. കടൽ തീരത്തിലെ ആളുകൾക്ക് പെട്ടെന്ന് ഇതിന്റെ മാറ്റങ്ങൾ തിരിച്ചറിയാൻ പറ്റുമല്ലോ. ആൻഡ് വാട്ടർ അറ്റ് എ ഡിഫറെന്റ് റേറ്റ്. വെള്ളത്തിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ലാൻഡ് പെട്ടെന്ന് ചൂടാവും ചെയ്യും, പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ചിലരുണ്ടല്ലോ പെട്ടെന്ന് നോർമലി ഉള്ള സ്വഭാവത്തിൽ ചിലരുണ്ടാവും പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് സങ്കടം വരും ചെയ്യുന്ന ഒരാളില്ല. എന്നെ പോലെ ഞാൻ എങ്ങനെയാ, എനിക്ക് ദേഷ്യമൊക്കെ വരും, അത്ര അടുത്ത് കഴിഞ്ഞാൽ വരും, പക്ഷെ പെട്ടെന്ന് വിഷമവും വരും. അതുപോലെ ഇപ്പൊ ഒരു സീ ബ്രീസിന്റെ പോലെ ഏകദേശം എന്റെ കഥ, ലാൻഡും സീയും പോലെ. ഇനി ഇവയെ അതവിടെ ഇരിക്കട്ടെ. ആസ് ദ ലാൻഡ് ഗെറ്റ് ഹീറ്റഡ് ഫാസ്റ്റർ ദാൻ വാട്ടർ ഡ്യൂറിങ് എ ഡേ. കണ്ടോ, ഡേ ടൈം വരുന്ന സമയത്ത് ലാൻഡ് പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് ഈ സൺലൈറ്റിന്റെ ചൂടേറ്റ് പെട്ടെന്ന് ചൂടാവും. അതേ സമയത്ത് വാട്ടർ പതിയെ ചൂടാവുള്ളൂ, വെള്ളം പതുക്കെയുള്ള പരിപാടിയാണ് അല്ലെ. സോ ഇറ്റ് കോസസ് വാം എയർ എബവ് ദ ലാൻഡ് ടു റൈസ്. അപ്പൊ എന്താണ്, ചൂടുള്ള സാധനം മൊത്തം നമ്മുടെ ഈ ലാൻഡിന്റെ മുകളിലോട്ട് വരികയാണ് അല്ലെ. ചൂട് സാധനം മൊത്തം ഇങ്ങനെ നിൽക്കുകയാണ്. ദീസ് കോസസ് കൂളർ എയർ മൂവ് ഫ്രം സീ ടുവേർഡ്സ് ദ ലാൻഡ്. അപ്പൊ എന്താ സംഭവിച്ചത്, കൂളർ ആയിട്ടുള്ള എയർ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു, ദ കൂളർ എയർ മൂവ് ഫ്രം സീ ടു ലാൻഡ്. അപ്പൊ സീന്ന് കടലിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നല്ല തണുത്ത ആ സാധനം ഇങ്ങനെ എന്ത് ചെയ്യും, ചൂടുള്ള ഭാഗത്തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് കടലിൽ നിന്ന് കാറ്റടിച്ചുകൊണ്ടിരിക്കും, കടൽ കാറ്റ് വരും. അതാണ് മോർണിംഗ് ടൈമിലൊക്കെ സീ ബ്രീസ് ആയിരിക്കും ഉണ്ടാവാന്ന് ആലോചിക്കാം കേട്ടോ. ദിസ് മൂവ്മെന്റ് ഓഫ് കൂളർ എയർ ഫ്രം സീ ടു ലാൻഡ് ആണ് സീ ബ്രീസ് എന്ന് പറയുന്നത്. അപ്പൊ മോർണിംഗ് ടൈമിൽ നടക്കുന്നത് കടൽ കാറ്റ്. കണ്ടോ, ഈ കൂളർ ആയിട്ടുള്ള സീ കൂളാണ്, സീ എന്താണ്, കൂളായിട്ടിരിക്കുകയാണ്. കൂളായിട്ടിരിക്കുന്ന സമയത്ത് മൂപ്പർക്ക് എന്താണ്, കുറച്ച് ചൂട് വെള്ളം കുടിക്കാൻ തോന്നി എന്ന് ആലോചിക്കുക. അപ്പൊ ചൂട് തപ്പി പോയി വന്ന സമയത്ത് ലാൻഡിലോട്ട് പോയി. അപ്പൊ മോർണിംഗ് ടൈമില് കടലിന് എന്താണ്, ഇച്ചിരി കൂളാവാൻ തോന്നി. കൂളാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, വാം ആവാൻ തോന്നി. വാം ആവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, കരയുടെ സൈഡിലോട്ട് പോയി എന്ന് ആലോചിച്ചാൽ മതി. സോ സീ ബ്രീസ് സെറ്റ് ആയിട്ട് കിട്ടിയില്ലേ. നേരെ ഓപ്പോസിറ്റ് ആണ് ലാൻഡ് ബ്രീസ്. ലാൻഡ് ബ്രീസ് നടക്കുന്ന നൈറ്റ് ടൈമിലാണ് കേട്ടോ. അറ്റ് നൈറ്റ് കണ്ടോ, ദ പ്രോസസ് റിവേഴ്സ്, നേരെ തിരിച്ച് ഉൾട്ട പോലെ തിരിച്ചു വരും. ഇൻ ദിസ് ആബ്സെൻസ് ഓഫ് സൺലൈറ്റ് ദ ലാൻഡ് കൂൾസ് ഡൗൺ ഫാസ്റ്റർ ദാൻ വാട്ടർ. വാട്ടറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആള് പെട്ടെന്ന് ചൂടാവാൻ തണുക്കും ചെയ്യുന്ന ആളാണ് ലാൻഡ്. അപ്പൊ നൈറ്റ് ആവുന്ന സമയത്ത് സൺലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തണുക്കും മൂപ്പര്. അപ്പൊ തണുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, തണുക്കുന്ന ആൾക്കാർ എപ്പോഴും തണുപ്പുള്ള സ്ഥലത്ത് നിന്ന് ചൂടിലോട്ട് പോകാനാണ് ഇവർ എപ്പോഴും എന്ത് ചെയ്യുക, ട്രൈ ചെയ്യുക. അപ്പൊ ഏറ്റവും തണുപ്പുള്ള സാധനങ്ങൾ, കൂളായിട്ടുള്ള സാധനം എവിടെയാ വന്നത്, എയർ എബവ് ദ ലാൻഡിൽ വന്നു അല്ലേ. അപ്പൊ ലാൻഡിൽ നിന്ന് എന്ത് ചെയ്യും, കടലിലോട്ട് നേരെ ഈ സാധനങ്ങൾ മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സീ എന്ന് പറയുന്നത് വാമർ ആയിരിക്കും കമ്പയറിംഗ് ടു ലാൻഡ്. അതുകൊണ്ട് തന്നെ കൂളർ എയർ ലാൻഡിൽ നിന്ന് മൂവ് ടുവേർഡ്സ് ദ സീ ക്രിയേറ്റിംഗ് ലാൻഡ് ബ്രീസ് എന്ന് പറയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പൊ മോർണിംഗ് ടൈമിൽ സീ ബ്രീസും നൈറ്റ് ടൈമിൽ ലാൻഡ് ബ്രീസും ആണെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ദിസ് പീപ്പിൾ ലിവിംഗ് നിയർ ദ സീ ഷോസ് എക്സ്പീരിയൻസ് ദാറ്റ് ദ ഡയറക്ഷൻ ഓഫ് വിൻഡ് റിവേഴ്സ് ഓഫ് ദ ഡേ ആൻഡ് നൈറ്റ്. അപ്പൊ അവിടെ താമസിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. അപ്പൊ അവിടെ ഉള്ളവർക്ക് പെട്ടെന്ന് പറയാൻ പറ്റുമല്ലോ, ഒരു കടലിൽ ഒരു ചെറിയ മാറ്റം വന്നാൽ അവരെ ഇവൻ പറയാൻ പറ്റുമല്ലോ. കാരണം അവരത് കണ്ട് ശീലിച്ച കാര്യമാണ്, മോർണിംഗ് ആവുന്ന സമയത്തും നൈറ്റ് ആവുന്ന സമയത്തുള്ള മാറ്റങ്ങൾ. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാളുകളാണ് സീ ബ്രീസും ലാൻഡ് ബ്രീസും. പഠിച്ചു വെക്കണം, വെരി ഇമ്പോർട്ടൻറ്റ്. റെഡി. അപ്പൊ ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മക്കൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അത് പഠിക്കാനാണ് നമ്മുടെ ബാച്ചിൽ നമ്മുടെ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് അതിനകത്തുണ്ട്. അപ്പൊ യൂട്യൂബ് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് സെറ്റാക്കി വെക്കുക, ഓരോരോ ലൈവുകൾ കാണുക. കാരണം ഇനി എക്സാം സമയമാണ്. അപ്പൊ മെഡിക്കറായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മുടെ റിവിഷൻ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. സോ കോണ്ടന്റുകളും ലൈവ് ഒന്നും മിസ് ചെയ്യരുത്, അടിപൊളിയായിട്ട് പഠിക്കുക, സെറ്റായിട്ട് പഠിക്കുക. അപ്പൊ ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇനി മിസ് വരും. അതുവരേക്കും ബൈ ബൈ, സീരിയസ് ബൈ ബൈ.